ഇന്ന് മധുരക്കിഴങ്ങിനെ കുറിച്ചറിയാം. സ്വീറ്റ് പൊട്ടറ്റോ, ചക്കരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ് എന്നെല്ലാം പറയും. ചെറുപ്പത്തിൽ പറമ്പിൽ കൃഷി ഉണ്ടായിരുന്നു. അന്ന് മെല്ലെ ചെന്ന് മണ്ണ് മാന്തി അതിൽ നിന്നൊരു കിഴങ്ങ് പറിച്ചെടുത്ത് കുളത്തിലെ വെള്ളത്തിൽ കഴുകി പച്ചക്ക് അങ്ങോട്ട് കഴിക്കും. അത് അന്നത്തെ കഥ. ഇന്ന് അതൊന്നുമില്ല, പുറത്തു നിന്നും വാങ്ങുക തന്നെ വേണം. മധുരക്കിഴങ്ങ് പോഷകസമൃദ്ധമായ നല്ലൊരു ഭക്ഷണമാണ്. ഇത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു. മധുരക്കിഴങ്ങ് ചുവപ്പ്, വെള്ള, ഊദ എന്നീ കളറുകളിൽ കാണപ്പെടുന്നു. ചുവന്ന തൊലിയുള്ളത് കേരളത്തിൽ സാധാരണമാണ്. പച്ച ഇലയുള്ളതും ചുവപ്പ് ഇലയുള്ളതും ഉണ്ട്. ഇത് രണ്ടും ഞാൻ നട്ടിട്ടുണ്ട്. മധുരക്കിഴങ്ങ് കൊഴുപ്പ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ഭക്ഷണമാണ്. ഇത് നമുക്ക് പല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇല തോരനുണ്ടാക്കി കഴിക്കാം. ഇത് ചുവപ്പ് ഇലയുള്ള മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നമുക്ക് പല രീതിയിൽ കഴിക്കാം. ആവിയിൽ വേവിച്ചോ, വെള്ളത്തിലിട്ട് 30 മിനിറ്റോളം പുഴുങ്ങിയോ, കനലിൽ ചുട്ടോ ഉപയോഗിക്കാം. സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പൊട്ടാസ്യം, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മലബന്ധം കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുത്താനും കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഹോർമോൺ ബാലൻസ് നിലനിർത്താനും ഉപകരിക്കുന്നു. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഡയബറ്റിസ് രോഗികൾക്ക് അനുയോജ്യമാണ്. ബേക്ക് ചെയ്താൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കൂടും. ഇത് വണ്ണം കൂടുന്നതിനും ഷുഗർ കൂടുന്നതിനും കാരണമാകും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ക്യാരറ്റും മധുരക്കിഴങ്ങും പുഴുങ്ങി മാഷ് ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും സംശയമില്ലാതെ ആഴ്ചയിൽ 3-4 തവണ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാം. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. പ്രോബയോട്ടിക് ഭക്ഷണമാണ്. നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ നല്ലതാണ്. കുക്കറിൽ വേവിക്കരുത്. ഇത് നമുക്ക് മധുര പലഹാരങ്ങളിൽ ചേർക്കാം. മധുരക്കിഴങ്ങ് പേസ്റ്റ് മുഖത്ത് പുരട്ടി ചർമ്മം മിനുസമാക്കാം. അമിതമായി കഴിക്കുന്നത് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മധുരക്കിഴങ്ങ് തൊലി നീക്കാതെ കഴിക്കുന്നതാണ് ഫൈബർ കൂടുതൽ ലഭിക്കാൻ നല്ലത്. അമിതമായി കഴിച്ചാൽ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായി ഉപയോഗിക്കൂ. വിവിധ ഇനം മധുരക്കിഴങ്ങുകൾക്ക് വിവിധ ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ എക്ക് ഓറഞ്ച് ചുവപ്പ് ഇനം, ആൻറ്റി ഓക്സിഡൻറ്റിന് പർപ്പിൾ, കൊഴുപ്പ് കുറഞ്ഞതിന് വെള്ള ഊദ ഇനം. ഇതിന് പല രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ സമീകൃതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളും ഇത് ധൈര്യമായി കഴിച്ചോളൂ. എങ്ങനെ കഴിക്കാമെന്നും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാവർക്കും വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക.